അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. തലേദിവസം പച്ചരി വെള്ളത്തിലിടാഞ്ഞത് കൊണ്ട് ഞാൻ ഓർത്തു ഇന്നെങ്കിൽ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന്. രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ കട്ടൻ കാപ്പിക്കാണ് വെള്ളം വെച്ചത്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ കട്ടൻ കാപ്പി വേണേ. ചായ വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്നാലും രാവിലെ കട്ടൻ കാപ്പി തന്നെ വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ തലവേദന എടുക്കുന്ന പോലെയൊക്കെയാണ്. ചൂടോടെ തന്നെ ആ കാപ്പി ബാക്കി വന്നത് ഞാൻ ഫ്ലാസ്കിലോട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചൂടോടെ കുടിക്കരുതോ. പിന്നെ ഞാൻ നേരെ തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പയിലോട്ട് വെച്ച് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കലാണ്. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് നല്ല പൊടിയും കുറച്ച് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയുണ്ടല്ലോ അതും കൂടെയാണ് ചേർക്കുന്നത്. രണ്ട് പൊടിയും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി കട്ടിയായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ അത്രയ്ക്ക് വലിയ എക്സ്പേർട്ടൊന്നുമല്ലേ ചപ്പാത്തി കുഴയ്ക്കുന്നതിൽ. ചിലപ്പോൾ കുഴയ്ക്കുമ്പോൾ ശരിയാവും, ചിലപ്പോൾ കുഴയ്ക്കുമ്പോൾ ശരിയാവത്തുമില്ല. ഇപ്രാവശ്യം എന്നാണേലും ഭാഗ്യം പോലെ അത് ശരിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി നെയ്യും കൂടെ പുരട്ടി അതങ്ങ് മാറ്റി വെച്ച് പിന്നെ ഞാൻ നേരെ തന്നെ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള സവോള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങ് അരിഞ്ഞ് വെച്ച് പിന്നെ കുറച്ച് നേരം നിന്ന് കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴുകി വെച്ചേ. ഇല്ലേ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നതനുസരിച്ച് പിന്നെയും പാത്രം കൂടും. അതുകൊണ്ട് അതെല്ലാം അങ്ങ് കഴുകി വെച്ച് ആ സിങ്കൊക്കെ ഒന്ന് തുടച്ച് ഇവിടെ ഞാൻ ലോഷൻ മേടിച്ചില്ലേ കുറച്ചെടുത്ത് കുപ്പിയിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് തുടയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ടൈലിലൊക്കെ നല്ല മണവും കിട്ടും, നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയേ. മുട്ടക്കറി കുറച്ച് സവോള അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തേ. കറി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതങ്ങ് വാങ്ങി വെച്ചേ. അപ്പോഴത്തേക്ക് ചേച്ചി ചപ്പാത്തി പരത്തിയായിരുന്നേ. ഞാൻ പിന്നെ അത് ചൂടോടെ തന്നെ അങ്ങ് ചൂടോടെ ചുട്ടെടുത്തിട്ട് പൊന്നൂട്ടിനെയും കൂടെ വിളിച്ച് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തേ. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ പൊന്നൂട്ടൻ കഴിക്കുമെന്നായിരിക്കും ഓർക്കുന്നത്, പക്ഷേ വെറുതെ അവൾ എടുക്കുന്നതാണ്. അവളത് കഴിക്കാനൊന്നും പോകുന്നില്ല. അവൾ എൻ്റെ കൂട്ടത്തിലൊരു ഷോയ്ക്ക് വേണ്ടി ഇരിക്കുന്നതാണ്. ഞാൻ സൂപ്പറാണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ നോക്കിയിട്ട് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നേരെ വന്ന് ഞാൻ അടുക്കളയൊക്കെ അങ്ങ് തുടച്ചിട്ടു.